टर्किश एयरलाइंस के साथ सफर करने के लिए आपका धन्यवाद. ഞങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടായിരുന്നു പോയത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. എയർപോർട്ടിന് അടുത്തുള്ള ഹോട്ടൽ റോയൽ ഇൻ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഫുഡ് വന്ന് ഞങ്ങൾ പൂരി ഭാജിയാണ് ഓർഡർ ചെയ്ത്. ഇവിടെ പൂരിയും ഭാജിയൊക്കെ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഡൽഹി ട്രിപ്പിന്റെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എവിടെയാണ് നമ്മളിവിടെ എത്തുമ്പോൾ കാണിക്കുക, അല്ലെ പോകുന്ന വഴി ഓരോ സ്ഥലത്തൊക്കെ ഇറങ്ങിയിട്ട് അവിടെ ഇവിടേക്ക് നടന്നിട്ടൊക്കെയാണ് പോകേണ്ടതാണ് ഇപ്പോൾ കിട്ടിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. അപ്പം നമ്മൾ അപ്ഡേറ്റ് അറിയിക്കുന്നതായിരിക്കും ഈ വ്ളോഗിൽ കൂടെ. വ്ളോഗ് നിങ്ങളൊക്കെ എത്തുമ്പോഴത്തേക്ക് ലേറ്റ് ആവുമെങ്കിലും അപ്ഡേറ്റ്സ് ഞാൻ അറിയിച്ചിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ നടന്ന് ഡൽഹി എയറോ സിറ്റി ഡൽഹി മെട്രോയിൽ എത്തിയിട്ടുണ്ട്. അയ്യോ, ഒരു ടയേർഡായി ഗൈസ്. ഭയങ്കര വെയിലും ക്ഷീണിച്ചു പോയി. അങ്ങനെ നമ്മൾ മെട്രോയിലേക്കുള്ള ടിക്കറ്റും എടുത്തു കഴിഞ്ഞാൽ മെട്രോ സ്റ്റേഷനിൽ ആണ് ഉള്ളത്. ഇവിടെ ഫോണിൽ നോക്കിയിരിക്കുന്നത് ഗൈസ്. ഇവിടുത്തെ നോക്കുന്നുണ്ടാ പറഞ്ഞു. സോ ഇതാണ് മെട്രോ സ്റ്റേഷൻ. ട്രെയിൻ വരുന്നുണ്ട്. ഗൈസ്, നമ്മൾ ന്യൂഡൽഹി എത്തി. ന്യൂഡൽഹി മെട്രോ സ്റ്റേഷനിൽ ഇനി അടുത്ത മെട്രോ കയറി പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെട്രോ സ്റ്റേഷനിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടിരിക്കുകയാണ്. ലൈനിന് വേണ്ടി മഞ്ഞ കാൽപ്പാടുകൾ പിന്തുടർന്ന് പോകുന്ന രണ്ട് കുട്ടികളാണ് ഞങ്ങൾ. ഓക്കെ, അങ്ങനെ നമ്മൾ ഇന്ത്യയുടെ ക്യാപിറ്റൽ സിറ്റിയിലെത്തി ഗൈസ്. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, സീരിയസ്ലി. എനിക്കറിയില്ല, ആഗ്രയിലാണ് ഉള്ളത്. ക്യാപിറ്റൽ സിറ്റി ഓഫ് ഇന്ത്യ. ഞാൻ ഇന്ത്യക്കാരിയാണ്. എനിക്ക് ഭയങ്കര അലച്ചിലാണ്. എസ്പെഷ്യലി നമ്മൾ ഈ സ്ഥലത്ത് പുതുതായിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഭയങ്കര കഷ്ടപ്പാടാണ്. അത് പോരാത്തതിന് ഈ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ്, ടാക്സി ഡ്രൈവേഴ്സ്, ഇവരൊക്കെ നമ്മൾ ഊറ്റാൻ ശ്രമിക്കും, പരമാവധി ഊറ്റാൻ ശ്രമിക്കും. 5 മിനിറ്റ് പോകേണ്ട സ്ഥലത്ത് പറയും 15 കിലോമീറ്റർ ഉണ്ട്, 20 കിലോമീറ്റർ ഉണ്ട്, 100 രൂപ. അങ്ങനെ ബാർഗെയിൻ ചെയ്ത് 50 രൂപ. 5 മിനിറ്റ് നടക്കാനുള്ളതിന് വഴി ചോദിക്കാൻ പറ്റത്തില്ല. വഴി ചോദിച്ചാൽ ഞങ്ങൾ കൊണ്ടുപോകാം, ഇത്ര രൂപയാകും. 500 കുറഞ്ഞൊരു പരിപാടി ഇല്ല ഇവിടെ. 100 രൂപ. 5 മിനിറ്റ് നടക്കാനുള്ളതിന് 100 രൂപ. അപ്പം ഞങ്ങൾ ചോദിച്ചു എത്ര കിലോമീറ്റർ? 15 കിലോമീറ്റർ. 1 കിലോമീറ്റർ തികച്ചില്ലാത്ത സ്ഥലത്താണ് ഗൈസ് അവർ 100 രൂപയും 15 കിലോമീറ്ററും പറഞ്ഞത്. ഇത്രയും ചീറ്റ് ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലം എനിക്കറിയില്ല. ഞാൻ പേഴ്സണലി പോയിട്ടില്ല. ഇപ്പം ഞാനിപ്പോൾ എബ്രോഡ് സ്റ്റേ ചെയ്യുന്ന ഒരാളാണ്. അവിടെ പോലും ഞാൻ ഇത്ര കത്തി കണ്ടിട്ടില്ല, സീരിയസ്ലി. എനിക്കറിയില്ല എന്താ പറയേണ്ടത്. ഭാരത് ഹമാര ദേശം. അപ്പോൾ വിഷയത്തിനും തെന്നിമാറുന്നില്ല. ഞങ്ങൾ ആഗ്രയിലേക്ക് പുറപ്പെട്ടു. അതിന് ഫ്ലിക്സ് ബസ്സാണ് ചൂസ് ചെയ്തേക്കുന്നത്. ഈ ഫ്ലിക്സ് ബസ്സിൻ്റെ ലോഞ്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് അലഞ്ഞത്. ഒത്തിരി അലഞ്ഞ കാരണം ഒന്നാമത് നല്ല ബസ്സിൻ്റെ ഹോണാടി കാരണം കേൾക്കുന്നുണ്ടോ എനിക്കറിയില്ല. ഭയങ്കര വെയിൽ, തലവേദന, തലകറക്കം ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. വെള്ളം എടുക്കാണ് പുറത്തിറങ്ങിയത്. വെള്ളം എടുത്തു, പക്ഷെ നമ്മളെടുത്ത വെള്ളം തീരാനായി. പിന്നെ വാങ്ങിക്കാം ബിസിനസ് ആക്ഷൻ. പക്ഷേ ടേക്ക് കെയർ, ഹൈഡ്രേറ്റഡ് ആയിരിക്കുക, എസ്പെഷ്യലി ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ. എസ്പെഷ്യലി ഞാൻ നമ്മളൊരു ഉറക്കൊക്കെ കഴിഞ്ഞ് ഒന്ന് എണീച്ചാണ്. ഉറങ്ങിയതിന് ശേഷം ശരിക്കും നല്ല സുഖമുണ്ട്. കാരണം ഫ്ലൈറ്റിന് മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ റൂമിൽ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഇതുവരെ ആഗ്രഹം എത്തിയിട്ടില്ല. സ്റ്റിൽ ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഉറക്കം കഴിഞ്ഞപ്പോൾ ചെറിയൊരു ആശ്വാസം, നല്ല ആശ്വാസം. പക്ഷേ ഗൈസ്, അങ്ങനെ ഞങ്ങൾക്കൊരു 20 മിനിറ്റ്സ് ബ്രേക്ക്. ലെക്ചറിലൊക്കെ പോയി ഇപ്പം ബ്രേക്ക് എന്നൊക്കെ വരുന്നുള്ളൂ. 20 മിനിറ്റ്സ് ഞങ്ങൾക്ക് ഒരു ചെറുതായിട്ട് നിർത്തി തന്നു വണ്ടി. ഫുഡ് കഴിക്കാനോ ബാത്റൂം പോകാനൊക്കെ വേണ്ടി ഞങ്ങൾ ബാത്റൂം പോയി. ഫുഡ് എന്ത് കിട്ടുന്ന വെച്ചപ്പോൾ വെജിറ്റാരി കിട്ടുന്ന ഒരു 5 മിനിറ്റിൽ. അങ്ങനെ ഞങ്ങൾ വെജിറ്റാരി 5 മിനിറ്റിൽ പാക്ക് ചെയ്ത് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഇന്ത്യയിലെ കാറ്റടിച്ച് അപ്പോൾ വിശക്കാൻ തുടങ്ങും.
സത്യമാണ് കഴിച്ചില്ല. 10:30 തൊട്ട് ഞങ്ങളൊന്നും കഴിച്ചില്ല. 10:30 തൊട്ട് വണ്ടി കയറാനൊന്നും കഴിച്ചില്ല. ഓക്കെ, അപ്പൊ ഞങ്ങള് ബസ്സിന്റെ അടുത്ത് എത്തി. ഗൈസ്, ഞങ്ങളുടെ ബസ്. നമുക്കൊരു സാലഡ് ഉണ്ട്, പിന്നെ ഉള്ളി സാലഡ് ഉണ്ട്, പിന്നെ ഇത് പറാത്തയാണെന്ന് തോന്നുന്നു, ഇത് ഗുലാബ് ജാമുൻ ഉണ്ട്, പിന്നെ റൈസ് ഉണ്ട്, എന്തോ ഒരു കറിയുണ്ട്, പിന്നെ ഖീർ പായസം ഉണ്ട്. ഇത്രയും പായസമല്ലേ, സോറി, അത് എന്തോ റൈസാണ്. പിന്നെ പായസം വേറെ ഉണ്ട് കേട്ടോ, അതിൻ്റെ അടിയിലുണ്ട്. ഇത് കോളിഫ്ലവറിൻ്റെ എന്തോ സാധനം. ഞാൻ കഴിച്ചു. ഫൈനൽ പാർട്ട് ഓഫ് ദ മീൽ ഗുലാബ് ജാമുൻ ആണ്. പക്ഷെ നേരത്തെ ഞാൻ ഖീർ എന്ന് പറഞ്ഞ പായസം എന്ന് പറഞ്ഞ സാധനം പായസം അല്ലായിരുന്നു, അതെന്തോ മോരും വെള്ളം പോലത്തൊരു സാധനം, അതിനെന്തോ ബൂന്തി പോലത്തെ കിട്ടുന്ന സാധനമായിരുന്നു. ഗുലാബ് ജാമുൻ തന്നെയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തുറക്കാനുള്ള അത്ര പാടിലാണ്, ഇവിടെ തുറന്ന് കിട്ടണില്ല. റിട്ടേൺ ബസ് ഉണ്ട്. അപ്പോൾ ആ ബസ്സിൻ്റെ ടൈമിന് ഇടയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അയാളൊരു റിക്ഷ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ താജ്മഹൽ കൊണ്ടുപോയി താജ്മഹൽ ജസ്റ്റ് പോയി കണ്ട് അത് കഴിഞ്ഞ് റെഡ് ഫോർട്ടിലും കൂടെ പോയിട്ട് പിന്നെ തിരിച്ചു പോകും. അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. ഓട്ടോറിക്ഷയിലാണ് ഞാനുള്ളത്. ഞങ്ങൾ താജ്മഹൽ കണ്ടു കേട്ടോ, ബസ്സിൽ കൂടെ കുറെ കണ്ട് നേരിട്ട് കാണാൻ പോകണം. ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യും. ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇവളുടെ ഹസ്ബൻഡാണ് മാധേട്ടൻ. ടിക്കറ്റ് സ്കാനിങ്ങും കാര്യങ്ങൾക്കൊക്കെ ഉള്ള ക്യൂ ആണിത്. ഫൈനലി ക്യൂവും ചെക്കിനും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ താജ്മഹൽ കോമ്പൗണ്ടിൻ്റെ അകത്തെത്തി. നമ്മൾ താജ്മഹലിൻ്റെ വെസ്റ്റ് ഗേറ്റ് കടന്ന് എത്തിയിട്ടുണ്ട്. ലൈക്ക് ഇവർ ഒരു ഗൈഡുണ്ട് കൂടെ. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നേക്കാണ്. നമ്മൾ ചുറ്റി കറങ്ങാൻ പോവാണ്. താജ്മഹൽ ഉണ്ടാക്കാൻ യൂസ് ചെയ്ത താജ്മഹലിലുള്ള സ്റ്റോൺസും അതിൻ്റെ ഹിസ്റ്ററീസിനൊക്കെ പറ്റി പറഞ്ഞു. അത് നമുക്കത് കേട്ടോക്കാം. बिलोंग करता है। और ताजमहल के अंदर जो मेन स्टोन है जो स्पार्किंग एंड ग्लो करता है उसको हम बोलते हैं कार्नेलियन। वो यमन से आता है ये वाला। जब इस पर लाइट लगाएंगे तो ये स्टोन्स ग्लो करेगा, बाकी के सारे रिमेन डार्क रहते हैं। फुल मून के अंदर जब ताजमहल चमकता है ये स्टोन्स ग्लो करता है, बाकी के सारे रिमेन डार्क रहते हैं। तो पहले इसके बड़े रॉक पीसेस ऐसे होते हैं, उसको हम कट करते हैं व्हील हैंड ग्राइंडर की मदद से। उसको कट करने के बाद स्लाइस में कन्वर्ट करा जाता है। स्लाइस में कन्वर्ट करने के बाद तो छोटे व्हील हैंड ग्राइंडर से उसको लीफ बाय लीफ शेप दिया जाता है पेटल ले के साथ। ये देख रहे हैं आप, जैसा भी फ्लावर हमें रिक्वाइट करना होता है वैसे हम उसको रिक्वाइट करते हैं। फिर एक मार्बल के रॉक पीस को लिया जाता है। जो मार्बल का नेचुरल कलर होता है मैम प्योर वाइट कलर होता है। इसके ऊपर जो आप कलर देख रहे हैं ये वाला ग्रीन कलर, ये वाटर कलर है। वाटर कलर इसलिए करा गया है अगर हम वाइट टू वाइट स्केचेस एंड पैटर्न बनाएंगे सो वी कांट इजी टू सो। तो देखिए अगर इसीलिए हम इसको करते हैं। इसके बाद इसके ऊपर हम जैसा भी डिज़ाइन पेटल चाहते हैं वो लगा बिल्कुल फिक्स कर देते हैं।
फिर उसको हम ऐसे कट इट कर दें। ये देखिए सॉकेट बनेगा, टच योर फिंगर ऑन देयर एंड टच माय फिंगर आल्सो, सी टच द फिंगर्स, इट्स वेरी डीप। सो इसके बाद ग्लू के साथ पीसेस को फिक्स करा जाता है। ग्लू भी हम वही यूज़ करते हैं जो ताजमहल के अंदर यूज़ हुआ था, सेम ग्लू रेसिपी होता है, होममेड रेसिपी। उसको फिक्स करने के बाद वेट करते हैं, जब वो ड्राई हो जाता है, ड्राई होने के बाद मार्बल टू मार्बल्स की सैंडिंग करी जाती है ऐसे। तो ग्रीन कलर गॉन हो जाता है, इसके बाद प्लेन वाइट कलर आ जाता है। प्लेन वाइट आने के बाद हम उसके ऊपर पॉलिशिंग करते हैं। यू नो व्हाट पॉलिश वी आर यूजिंग इन माय सेल्फ? जस्ट थिंक इट, वेरी नॉर्मल, आई थिंक आप भी यूज़ करती होंगे अपने हेयर में। ओनली द कोकोनट ऑयल, Coconut oil. only the coconut oil. And just touch your finger on here. Now I'll just show you the light. मैं आपको लाइट ऑफ करके दिखा देता हूँ। देखिए जब फुल मून होता है ना ब्लू वाला स्टोन्स ग्लो करता है, ना ब्लैक वाला करता है, ना ग्रीन वाला करता है, जस्ट यू सी द ऑरेंज वन। ये देखिए, एंड फुल मून जब होता है ताजमहल बिल्कुल सेम ब्यूटी ऐसी क्रिएट करता है। सो ये मेन वर्क रहता है, फुल मून के अंदर ताजमहल ऐसा होता है। तो ये हमारा फैमिली का वर्क है। मे बी इफ यू आर इंटरेस्टेड इन सोवेनियर सो यू कैन हैव समथिंग, अदरवाइज नो प्रॉब्लम। एंड द सेकंड थिंग आई टेल यू, हियर वी आर सेलिंग एवरीथिंग रियल एंड जेन्युइन, बिकॉज आउटसाइड सो मेनी पीपल ट्राई टू सेल यू फेक क्वालिटीज आल्सो। वो आपको मार्बल बोल के फेक क्वालिटी सेल कर देंगे, बिकॉज दे आर जस्ट कंफ्यूज योर माइंड, क्योंकि वो ऑथराइज प्लेस नहीं होती। हमारा जो शॉप है अंडरटेकिंग गवर्नमेंट के अंदर आता है। सो वी आर द क्वालिटी सेल रियल वर्क। जब इसको आप स्केचेस करेंगे तो वो निकलने लग जाता है, जो मार्बल नहीं होता है। और जब उसके अंदर आप लाइट लगाएंगे तो ब्राउन लाइट हो जाता है, जबकि मार्बल के अंदर से प्योर वाइट लाइट आता है। सी लाइक दिस। അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് ആഗ്ര ഫോർട്ടിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഇവിടെ നിന്നാണ് ഞങ്ങൾക്ക് അടുത്ത ബസ് കിട്ടുക, അതുകൊണ്ടാണ് അവിടെ വന്ന് നിന്നത്. ഫോർട്ടിൻ്റെ സൈഡിലാണുള്ളത്, മീൻസ് ഒരു ഭാഗത്താണുള്ളത്. ഞങ്ങൾ അകത്തേക്ക് കയറുന്നില്ല, ജസ്റ്റ് പുറത്തുനിന്ന് ഫോട്ടോ എടുക്കണം മാത്രമേ ഉള്ളൂ, വീഡിയോ എടുക്കണം മാത്രമേ ഉള്ളൂ. കുട്ടീൻ്റെ മുട്ടായൊക്കെ വാങ്ങിച്ചു ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് നമുക്ക് ചിരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അങ്ങനെ നമ്മുടെ ആഗ്ര ടൂർ ഇവിടെ അവസാനിക്കുകയാണ്. ലിറ്ററലി സ്പീക്കിംഗ് ഇവിടുത്തെ മോണുമെൻറ്റ്സ് ഒക്കെ ബോത്ത് സീയിങ് ആണ്. ലൈക്ക് നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു മോണുമെൻ്റ് ഉണ്ടായിട്ട് നമ്മളത് ഒരിക്കൽ പോലും കണ്ടിട്ടില്ല എന്ന് പറയുന്നതിനേക്കാളും ഇവിടുത്തെ ടൈം എടുത്തിട്ട് കാണുന്നത് എനിക്ക് ഭയങ്കര ബോത്തായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഞങ്ങൾക്ക് പറ്റിയ അബദ്ധമല്ല, ആക്ച്വലി ഞങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഞങ്ങൾ കാണാൻ ശ്രമിച്ചത്. അതിനൊരു റഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് എനിവേസ് നമുക്കവിടെ പറ്റുന്ന രീതിയിൽ നമ്മുടെ ടൈമിൽ ഞങ്ങൾ കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. ഈ റിയലി എൻജോയ്, ബട്ട് ടയേർഡാണ്. ന്യൂഡൽഹിയിൽ നിന്ന് ആഗ്രയിലേക്ക് ഒരു 5 hours ബസ് ജേർണി ഉണ്ട്. അത് ഇത്തിരി പാടാണ്. അതും പോരാത്തതിന് എനിക്ക് ഐ ഡോണ്ട് നോ അബൌട്ട് അതേഴ്സ്, ഞങ്ങൾക്ക് എന്തായാലും സ്ട്രീറ്റ്സും കാര്യങ്ങളൊക്കെ കാണുമ്പം ഒരു എന്താ പറയുക അത്തറ്റിക് ആണ്, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒന്നും മാറ്റം വരുത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്ക് മാറ്റം വരുത്താൻ പറ്റുമെന്നും എനിക്കറിയില്ല, മാറുമെന്നും എനിക്കറിയില്ല. ബട്ട് എനിവേസ് ഇറ്റ്സ് ടു പത്തറ്റിക്. ചായയും മസാല ദോശയും പറഞ്ഞു. മഡ്കപ്പിലാട്ടോ ചായ ഇട്ടത്, കൊള്ളാം. മസാല ദോശ കഴിക്കുന്നതിന് കാണാം. ഇങ്ങനെ മുക്കണം. എന്നിട്ട് ഇതാണ് നമ്മുടെ ഹോട്ടൽ ഫുഡ് പ്രൊവൈഡ് ചെയ്ത നമ്മൾ വാങ്ങിച്ചു കഴിച്ചു. 20 minutes ബ്രേക്ക്. യെസ്, എൻ്റെ ഫുഡ് ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇവിടെ അടുത്ത് കൈയൊക്കെ വെച്ച് കഴിക്കുന്നുണ്ട്. എനിക്ക് യാത്രയിലായതുകൊണ്ട് കൈ വെച്ച് കഴിക്കാൻ ഒരു മടിയല്ല, കൈ വൃത്തിയാക്കാനുള്ള ഒരു സാങ്കേതിക പ്രശ്നം കാരണം, അതുകൊണ്ട് ഞാൻ സ്പൂൺ കഴിക്കുന്നുണ്ട്. ഗൈസ്, എൻ്റെ ഫോൺ ഓഫായിപ്പോയി. രാവിലത്തെ ഫുൾ വീഡിയോ എടുപ്പായിരുന്നു, ഫുൾ ചാർജ് ഡ്രെയിനായി. അപ്പോൾ ഞാൻ ഈശ്വര ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. നമ്മുടെ ഫുഡ് വന്നു. ഞങ്ങൾ ഒരു ചിക്കൻ ബിരിയാണി വിത്ത് റൈത്ത, അതാണ് പറഞ്ഞത്, ഒന്നൊക്കെ മതി, ഞങ്ങളൊക്കെ ഫുള്ളൊന്നും കഴിക്കാനാവില്ല. നൈറ്റും കൂടെ അല്ലേ നമ്മളിതിൽ ഒതുക്കുകയാണ്. ഹലോ ഗൈസ്, വെൽക്കം.